ISLൽ ഇന്ന് ഫുട്ബോൾ ആവേശം മുംബൈ ഫുട്ബോൾ അരീനയിലാണ്. സീസണിൽ തോൽവി അറിയാത്ത മുംബൈ സിറ്റിയും അതുപോലെ വിജയമറിയാത്ത പഞ്ചാബ് FCയുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. ഏതായാലും നിങ്ങളെ ഒരിക്കൽ കൂടി ലെറ്റ്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഹബീബ് അഷ്റഫ്, എന്നോടൊപ്പം ജോപോൾ അഞ്ചേരി. ഏതായാലും പഞ്ചാബ് വേഴ്സസ് മുംബൈ, ഈ ഒരു പോരാട്ടം നമുക്ക് കാണാം. മുംബൈ സിറ്റി FC അവരുടെ ഹോം ഗ്രൗണ്ടിൽ മറ്റൊരു മത്സരം കൂടി കളിക്കുകയാണ്. അവർ 4 മത്സരങ്ങളിൽ നിന്ന് ഇതുവരെ 8 പോയിന്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. പോയിന്റ് ടേബിൾ നമുക്ക് നോക്കുമ്പോൾ അവർ 5ാം സ്ഥാനത്താണ് ഉള്ളത് എന്നുള്ളതാണ്. 2 വിജയങ്ങൾ, 2 സമനിലകൾ എന്നുള്ളതാണ്. ഇപ്പം അവസാന മത്സരം ഒരു സമനിലയിൽ നിന്നാണ് അവർ തിരിച്ചെത്തുന്നത്. AFC ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ടീമാണ്. അവർക്ക് നേരിടേണ്ടത് ഒരു വിജയം അറിയാത്ത ഒരു ടീമിനെയാണ് എന്നുള്ളതാണ്. ജോപ്പോളായിട്ട് നമുക്ക് കാണാം, പഞ്ചാബ് FC 11ാം സ്ഥാനത്താണ് ഉള്ളത് എന്നുള്ളത്, ആകെ 2 പോയിന്റും. അതെ, ഇന്നത്തെ മത്സരത്തിൽ മുംബൈ സിറ്റി FCക്ക് നേരിടേണ്ടത് പഞ്ചാബിനെയാണ്. പഞ്ചാബാണെങ്കിൽ 11ാം സ്ഥാനത്തുള്ള ടീമാണ്. അത് ഇതുവരെ ഒരു വിജയം പോലും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മുംബൈ സിറ്റി FC ആകട്ടെ കഴിഞ്ഞ 4 മത്സരത്തിൽ 2 വിജയവും 2 സമനിലയുമാണ്. ആരാണ് സ്കോർ ചെയ്യുന്നത് മുംബൈ സിറ്റി FCക്ക് വേണ്ടി എന്നുള്ളൊരു പോളിൽ 51% ചാങ്തെ, സ്റ്റുവർട്ട് 21%, ഡയാസ് 28% ചാങ്തെ ഇതുവരെ സ്കോർ ചെയ്തിട്ടില്ല ഈ സീസണിൽ. ഈ കഴിഞ്ഞ 4 കളിയിലും വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പാരഡൈസ് തന്നെയാണ് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ മുംബൈ സിറ്റി FCയുടെ 4-3 എന്ന ഫോർമേഷനാണ്. ഇവിടെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഇവിടെ ഗോൾ കീപ്പർ നവാസിനെ പിൻവലിക്കുന്നു. 3 മാറ്റങ്ങളുമായിട്ടാണ് ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത് മുംബൈ സിറ്റി FC. നവാസ് വരുന്നു, അതുപോലെ തന്നെ എൽഖയാത്തിക്ക് പകരം ഗ്രിഫിറ്റ്സ്, ചാങ്തേക്ക് പകരം വരുന്നത് വിപിൻ സിംഗ് ആണ്. കഴിഞ്ഞ മത്സരത്തിൽ അതുപോലെ വിക്രം പ്രതാപ് സിംഗ്, കഴിഞ്ഞ മത്സരം വെറും 7 മിനിറ്റ് മാത്രമാണ് കളിക്കാൻ സാധിച്ചുള്ളൂ വിക്രം പ്രതാപ് സിംഗിനെ. ഒരു റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു, അതുകൊണ്ട് തന്നെയായിരിക്കാം. പക്ഷേ ഈ സീസണിൽ മികച്ച ഒരു മുംബൈ ക്യാമ്പിലേക്ക് പോകാം, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. Tonight should be a tough game, Des, against a side that's looking to bounce back after their disappointing performance last time out. How have you prepared for tonight's game? As well as we can. We've done everything we can to try and prepare the players, and the assistant coach Hiroshi Miyazawa and myself flew to watch the game in Chennai just to try and make sure we could see a little bit more than the TV gives us in terms of preparation for tonight. And then the players have done as much as they can in what has been a very short turnaround for both teams to try and prepare as well as we can to put on the best performance. So we've done that, and now it's about making sure that we start the game as well as we can. Still no Van Neef, Lachempa suspended, Al-Kayati picked up that groin. Do these injuries and suspensions worry you at all? Yeah, I think it's the first time since I've been here at the club that in terms of suspensions, certainly, it's normally injuries. But, we can moan or we can adjust, and we have to find different ways. We found different ways of playing last year that got us results, and we need to find different ways at this early part of the season to make sure we can continue doing what we're doing. And when we've got people like Rustin Griffiths who can play in 2 positions, so he'll start at 6 tonight, and it allows Apoya further forwards. And you've got 3 wingers in Vikram, Bipin and Chante where you can rotate and still get equal quality out of them. We've got the flexibility to move, but it's not something I want to do too often this season. So how important is tonight then? Because it's the only league game that you play in the calendar month of November, because of the international calendar, and we don't see you in action till the 8th of December then in the league. So a big one. Yeah, I mean, we showed this time last year, this was the game when we were away to Chennai in. This was the game we played here at ATK Montbegan, and if we can replicate that performance, I said we're in exactly the same position in the table that we were in terms of points, goals scored, goals against, that we were this time last year. And it was from this moment that we really kicked on. So it's important that we do that. But again, in between this game and our next ISL game, we have 2 Champions League games that will keep us ticking over anyway. Thanks ever so much for your time, Des. It's good to see you back in black. Cheers, mate. Thanks. Hi, Rustin. Great to see you here today. How frustrating was it for you to sit out the last game, as you've been in really, really good form this season? Yeah, really frustrating. Obviously, the AIF made their decision to leave me out for 1 game, which was disappointing. But disappointing for the team really, because they played so well for 90 minutes, keeping the game 0-0, and then got the goal that we deserved, and then to concede so late on in the game. Boys obviously come away disappointed, but looking to bounce back. We didn't really get the chance to really do what we wanted to do last week. So hopefully get that done this week. So how has the mood been in the camp this week? You know that they got hammered last time out against Chennai, and how's everybody gone about their business this week?
Yeah, big responsibility for the staff and the senior players in our team to really get behind everyone and reignite everyone a little bit, because obviously a little bit flat after not getting the win last week, especially at home. But last week we had a really strong game plan to take to Hyderabad and really take the game to them. We didn't get to do that, obviously, because the game changed throughout. So this week we're hoping to do the same thing, really take it to them, stick it to them in the first half, because obviously we know they're wounded. But we've watched their games. They're a difficult team. They make it defensively very solid. And, but I think if we do what we should do, we're confident enough we should get the result. You mentioned that against Punjab, but how have you found the difference in the teams this season as well? Is it tougher than last year? Yeah, I mean, definitely teams have recruited well. Everyone's got a better squad first and foremost. But for us, we won the league last year. So kind of feels like everyone that plays against us really goes the extra mile, runs that extra yard, potentially sits a little bit more deeper as well, and been defensively more solid. So that's up to us to break that down. All the best teams in the world, we see Man City's going back to back. Teams try to sit behind the ball against them, and they have to find different ways to score goals. So obviously on top of that, we've had the ACL campaign where we've done a lot of travel. So it's been a balancing act for the club. But coming to December, we've got a lot of games to look forward to in the league, and hopefully we can get on a run. Good to see you back, Royston. All the best for tonight, Paul. Cheers, no problem, thanks. ഏതായാലും റോസ്റ്റിൻ ഗ്രിഫിത്സിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. 20 മത്സരങ്ങൾ അദ്ദേഹം ISL 18 ബ്ലോക്കുകൾ, 17 ഇന്റർസെപ്ഷൻസ്, ടാക്കിൾസ്, ക്ലിയറൻസ്. ഈ കണക്കുകൾ നിങ്ങൾക്ക് കാണാം. ഡെസ് ബക്കിംഗ്ഹാമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഇപ്പം ഈ ഒരു മത്സരത്തിൽ തിരിയാണ് സെൻറ്റർ ബാക്കിൽ കളിക്കുന്നത്. അപ്പം എന്നാൽ അദ്ദേഹത്തെ ഒരു മിഡ്ഫീൽഡിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ല, 2 പൊസിഷനും കൂടി കളിക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ് ഗ്രിഫിത്സ്. ഇവൻ നമുക്കറിയുന്ന ഈ സീസണിൽ ഒരു ഗോൾ സ്കോർ ചെയ്ത പ്ലെയറും കൂടിയാണ് ഗ്രിഫിത്സ്. ഇന്നത്തെ മത്സരത്തിലേക്ക് തിരിച്ചു വരാണ് ഒരു സസ്പെൻഷൻ കഴിഞ്ഞിട്ട്. അതിനുശേഷം നമുക്കാണ് 3 മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഗോൾ കീപ്പർ പൂർബ ലച്ചൻപേയെ പിൻവലിച്ച് നവാസ് വരുന്നു, അതുപോലെ തന്നെ ബിപിൻ സിംഗ് വരുന്നു, ചാങ്തയെ പിൻവലിക്കുന്നു, അതുപോലെ തന്നെ എൽ ഖയാത്തിക്ക് പകരം ഗ്രിഫിത്സ്. കാരണം ഈ സീസണിൽ വളരെ കുറവ് ഗോളുകൾ മാത്രമാണ് അടിച്ചിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ സീസണിൽ 4 മാച്ചുകൾക്ക് ശേഷം 8 ഗോളാണെങ്കിൽ ഈ സീസൺ 7 ഗോൾ. അത് 7 ഗോൾ അടിച്ചു വെച്ചാൽ ഒരെണ്ണം ഓൺ ഗോളായിരുന്നു. 6 ഗോളുകൾ മാത്രമാണ് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഓക്കെ, ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇപ്പം നമുക്ക് അതിനു മുമ്പ് കഴിഞ്ഞ ഒരു മത്സരങ്ങളിൽ, ഇപ്പോൾ ഹൈദരാബാദിനെതിരെ നടന്ന മത്സരത്തിൽ പ്യൂർബ ലച്ചൻബ എന്ന താരത്തിന് റെഡ് കാർഡ് കിട്ടിയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണിത്. അത് നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണ്. ചർച്ച ചെയ്താൽ അത് തുടക്കത്തിൽ 7-ാം മിനിറ്റിൽ തന്നെ ഒരു റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയാണ്. ഇതിൽ ശരിക്കും ബലിയാടായത് പറയുകയാണെങ്കിൽ വിക്രം പ്രതാപ് സിംഗ് ആണ്. കാരണം ഫൗള് ചെയ്തത് ലച്ചൻപയാണ്, റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്നു. പിന്നെ ഒരു ഡിഫൻഡറെ കൊണ്ടുവരണമെങ്കിൽ വേറൊരു പോംവഴി കണ്ടില്ല ഡെസ് ബക്കിംഗ്ഹാം. അവിടെ ആ പഴുതടയ്ക്കാനായിട്ട് പ്രതാപ് സിംഗിനെ അതിന് പകരമായിരിക്കണം ജോപ്പുള്ളേട്ട ചിലപ്പം ചങ്തേ ഇന്ന് പിൻവലിച്ച് വിക്രമിനെ ആദ്യ 11 ഇല്ല. വിക്രമിന്റെ കഴിഞ്ഞ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ വിക്രം, അത് ബിപിനായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ പുറത്തു പോയിരുന്നത്. പക്ഷേ അവിടെ പെട്ടെന്ന് ആ സിറ്റുവേഷൻ വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അവിടെ. ഏതായാലും മുഹമ്മദ് നവാസ് ആണ് പകരം ആ റോളിൽ എത്തുന്നത്. 63 മത്സരങ്ങളിൽ നിന്ന് 15 ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കിയ ഒരു യങ് ഗോൾ കീപ്പറാണ് മുഹമ്മദ് നവാസ് ആദ്യം മുംബൈ സിറ്റി FC യുടെ 1ാം നമ്പർ ഗോൾ കീപ്പർ ആയിരുന്നു. ശേഷമാണ് ലച്ചൻബ ഒരു മികച്ച പ്രകടനത്തിലേക്ക് വരുന്നതും നവാസ് ഒരു 2ാം ഗോൾ കീപ്പർ എന്നുള്ള നിലയിലേക്ക് മാറുന്നതും. ഏതായാലും ഈ ഒരു അവസരം അദ്ദേഹത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നു? ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ, അതായത് നോർത്ത് ഈസ്റ്റിനെതിരെ ഫസ്റ്റ് മത്സരം കളിച്ചത് മുഹമ്മദ് നവാസാണ്. അതിനുശേഷം പറ്റിയ 2 പക്ഷേ ഗോളുകൾ കൺസീഡ് ചെയ്തു. അതുകൊണ്ട് തന്നെയായിരിക്കാം. പക്ഷേ 4 കളിയിൽ നിന്നും എനിക്ക് തോന്നുന്നു ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. ക്ലീൻ ഷീറ്റ് ഇല്ലാത്തൊരു ടീമായി മാറിയിരിക്കുകയാണ് മുംബൈ സിറ്റി FC. അതെ, ജോപ്പുള്ളേട്ടൻ പറഞ്ഞതുപോലെ ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹം വരുത്തിയ ആ 2 മിസ്റ്റേക്കിൽ നിന്ന് 2 ഗോളുകൾ, ആ ഒരു ഗോൾ, അതെ ചേട്ടാ, പിന്നെ 2ാമത്തെ ഗോളിലും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ മിസ് നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് അവർക്ക് ആ ഒരു ചിലപ്പോൾ 3 പോയിന്റിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതാണ് ഒരു ഗോൾ കീപ്പറുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു മത്സരത്തിൽ. തീർച്ചയായിട്ടും. അതായത് ഗോൾ കീപ്പർ, അതായത് നവാസ് കുറച്ച് ഫോം ഔട്ടായി, അപ്പോഴാണ് കറക്റ്റായിട്ട് പൂർവ്വ ലച്ചൻപേ കിട്ടിയ അവസരം മുതലാക്കിയിരിക്കുകയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഏതായാലും മുംബൈ സിറ്റി FC യുടെ അറ്റാക്കിംഗ് നമ്പേഴ്സ് 4 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകൾ, 40 ഷോട്ടുകൾ, 16 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ. ഏതായാലും 16 ഷോട്ട് ഓൺ ടാർഗറ്റിൽ നിന്നാണ് ഈ ഒരു 7 ഗോളുകൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 4 കളിയിൽ നിന്ന് 8 ഗോളുകളാണ് സ്കോർ ചെയ്തത്. ഈ വർഷം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രേറ്റ് സ്റ്റുവർട്ടിനെ കാണുന്നു. സ്റ്റുവർട്ടിന് വെറും 2 അസിസ്റ്റ് മാത്രമാണുള്ളത്. അതെ, ആ ഒരു അസിസ്റ്റ് നമ്പറിലേക്ക് സ്റ്റുവർട്ട് എത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ. കാരണം
18 ഗോൾ 18 അസിസ്റ്റ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം സ്റ്റുവർട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്പർ തന്നെയാണ്. അല്ല, സ്റ്റുവർട്ടിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് കാണേണ്ടത് സ്റ്റുവർട്ട് അസിസ്റ്റന്റ് ചെയ്യും, ഗോൾ സ്കോർ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിപ്പോൾ നമുക്ക് എൽ ഖയാത്തി എന്ന താരം കഴിഞ്ഞ സീസണിൽ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം, അപ്പം ചെന്നൈയിൻ എഫ് സി അത്ര ഒരു മികച്ച രീതിയിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. എന്നാൽ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി എൽ ഖയാത്തി എന്നുള്ള ഒരു താരം, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. ഒരു ക്രിയേറ്റീവ് പ്ലെയർ എന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിലും ഒരു സ്കോറർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ വലിയ പ്രതീക്ഷകളാണ്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ നേടിയിട്ടുള്ള ഒരു ഗോളാണ്. ഈ സീസണിലും അതുപോലെ തന്നെ ഒരു അവസാന നിമിഷം ഒരു ഇഞ്ചുറിയിൽ നിന്നാണ്, നൊഗ്വേറയുടെ ഒരു ഇഞ്ചുറി വഴിയാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷം ഒരു മാച്ചിൽ തന്നെ 5 കോൺട്രിബ്യൂഷനാണ്, ഒരു ഹാട്രിക്കും അതുപോലെ തന്നെ 2 അസിസ്റ്റും നൽകിയിട്ടാണ് നോർത്ത് ഈസ്റ്റിനെതിരെ നല്ലൊരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ വർഷം കാണിച്ചതെങ്കിൽ ഈ വർഷം കഴിഞ്ഞ മാച്ചിൽ നടന്ന സംഭവമാണ്, ഇഞ്ചുറിയാണ് എൽ ഖയാത്തിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഗ്രോയിൻ ഇഞ്ചുറിയാണ് ഹൈദരാബാദ് എഫ് സിക്ക് നടന്ന മത്സരത്തിൽ. ജോപ്പോളേട്ട, എനിക്ക് ഒരു സംശയം, ഇദ്ദേഹം ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആണോ എന്നുള്ളതാണ്. കാരണം നിരന്തരം അദ്ദേഹത്തിന് ഇഞ്ചുറി, ചെന്നൈയിൻ എഫ് സിയിലും അദ്ദേഹത്തിന് ഈ ഒരു ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒരുപാട് ആംസ്ട്രിങ് ഇഞ്ചുറീസ് ആയിരുന്നു. ഇത്തവണ ഗ്രോയിൻ ഇഞ്ചുറി. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മാച്ചുകളിലൊന്നും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മത്സരത്തിലാണ് സ്റ്റാർട്ടിംഗ് ലെവലിൽ ചാൻസ് കിട്ടിയത് എൽ ഖയാത്തിക്ക്. അവിടെയും ഒരു ഇഞ്ചുറിയാണ് കണ്ടത്. ഏതായാലും പഞ്ചാബിൻ്റെ റിസൾട്ടുകൾ നോക്കുമ്പോൾ ഇതുവരെ അവർക്ക് ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. മോഹൻ ബഗാനെതിരെ 3-1, എഫ് സി ഗോവയ്ക്കെതിരെ 1-0 എന്നുള്ള തോൽവി, പഞ്ചാബ് എഫ് സിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ 1-1, ജംഷഡ്പൂർ മത്സരം 0-0. ഇങ്ങനെയുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് അവസാന മത്സരം ചെന്നൈയിൻ എഫ് സിക്കെതിരെ 5-1 നിലയിലൊരു വലിയൊരു പരാജയം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ആ ഒരു റെഡ് കാർഡ് ഇൻസിഡൻ്റ് ആയിരിക്കാം ഒരുപക്ഷെ മെൽറോയ് അസീസിയുടെ. അത് റെഡ് കാർഡായിരുന്നു. അതല്ല ഞാൻ പറഞ്ഞ, ഈ വർഷം അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഐ ലീഗിൽ ചാമ്പ്യന്മാരായിരുന്നു. കാരണം 45 ഗോളുകളാണ് കഴിഞ്ഞ വർഷം സ്കോർ ചെയ്തത്, അത് വെറും 22 മാച്ചിൽ നിന്ന്. പഞ്ചാബ് അവരുടെ ആദ്യ വിജയം ഇന്ന് സ്വന്തമാക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് 68% ആളുകളും യെസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ജോപ്പോളേട്ടാ, ഇവിടെ എവേ മാച്ചുകളെല്ലാം തോൽവിയായിരുന്നു. തോൽവിയാണ് എവേ മാച്ചുകൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മത്സരം 5 മത്സരം കളിച്ചു. എനിക്ക് തോന്നുന്നില്ല മുംബൈ സിറ്റി എഫ് സി പോലുള്ള ഒരു ടീമിനെതിരെ ഒരു വലിയ ഒരു വിജയം നേടാൻ സാധിക്കുമോ എന്നുള്ളത്. പക്ഷെ നോക്കാം, നമുക്ക് കണ്ടറിയാം. എന്തായാലും തുടങ്ങട്ടെ. അതെ, കാരണം ആ ഒരു ഐ ലീഗിൽ വിൻ ചെയ്ത അതേ കോച്ച് അതുപോലെ ഉണ്ടായിരുന്ന താരങ്ങളുമൊക്കെ ആയിട്ടാണ് എത്തുന്നതിനോടൊപ്പം തന്നെ മികച്ച താരങ്ങൾ, ഇപ്പം കാച്ചിയാസിനെ പോലെയുള്ള ഡിഫൻഡറുണ്ട്, മാദി തലാലിനെ പോലെയുള്ള നല്ല പ്രൊഫൈലുള്ള താരങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പഞ്ചാബ് എഫ് സിയുടെ ഫോർമേഷൻ 4-3-3 2 ടീമുകളും ഒരേ ഫോർമേഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ലുങ്ദീം സുരേഷ്, ഇവിടെ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. സുരേഷിനെ കൊണ്ടുവന്നിരിക്കും മെൽറോയ്ക്ക് പകരം. ഡിമിത്രിയോസ് ആൻഡ് നിതേഷാണ്. അതുപോലെ തന്നെ 3 മിഡ്ഫീൽഡേഴ്സായിട്ട് പ്രധാൻ വരുന്നു. അതുപോലെ തന്നെ നിഖിൽ ആൻഡ് താരാൽ. ഇവിടെ പ്രധാൻ നമ്മുടെ പ്രശാന്ത് ബ്രാൻഡിനെ പിൻവലിക്കുന്നു. അതുപോലെ ജുവാൻ മേറയും അതുപോലെ മായിജാനും അതുപോലെ തന്നെ കൃഷ്ണാനന്ദ പ്രശാന്തിന് പകരമാണ് കൃഷ്ണാനന്ദ വരുന്നത്. 3 കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോൾ സ്കോർ ചെയ്ത പ്ലെയർ കൂടിയാണ് കൃഷ്ണാനന്ദ സിംഗ്. നമുക്ക് കാണാം. നമുക്ക് പഞ്ചാബ് എഫ് സിയുടെ ക്യാമ്പിലേക്ക് പോകാം. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. Will we see an overhaul in your tactics and personnel tonight because you're coming up against Mumbai? It's a totally different game. We have another approach for this game. I believe that our players have understood the way that they have to make defense. To be honest, maybe we were more there in the Chennai game, but it was one of the lessons that we have better defensive cohesion today. You've only had 1 home game so far this season. Do you think that has had an effect on your team's performance? Of course it affects, but not in a big level, because I believe that nowadays in football it's not so important if you play away or in home. It's not so much important. The players have a lot of information about the opponent teams, and they are more ready to and better prepared to face the difficulties of the games. Of course it affects, but not too much. Big test, big challenge tonight. Thank you for your time, Stikos. Thank you very much. Thank you.
ഏതായാലും പഞ്ചാബ് എഫ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് യുവാൻ മേറ. അവരുടെ ഒരു വിങ്ങിൽ നല്ല പ്രകടനം നടത്തുന്ന ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ സ്കോറിങ്, സെറ്റ് പീസ് എല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ ഒരു അസിസ്റ്റ് മാത്രമാണ് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. 4 ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ക്രോസസ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡ്രിബിൾസ് അറ്റംപ്റ്റ്, അതും ആ ഒരു കണക്കും, കാരണം നല്ലൊരു ഡ്രിബിളിംഗ് മികവുള്ള താരമാണ്. അദ്ദേഹത്തിൻ്റെ ക്രോസിങ്ങും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഐ ലീഗിൽ നമ്മൾ ലാസ്റ്റ് സീസണിൽ അത് കണ്ടതുമാണ്. അവരെ കിരീടത്തിലേക്ക് എത്തിച്ചതിൽ ഏറ്റവും പ്രധാനമാണ്. അവരുടെ ഒരു ബെസ്റ്റ് പ്ലെയർ എന്നുള്ള നിലയിൽ ഈ ഒരു സീസണിൽ നോക്കുമ്പോഴും നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും യുവാൻ മേറ എന്ന ഒരു സ്പാനിഷ് താരത്തെ. തീർച്ചയായിട്ടും അവർ ഇന്നത്തെ, അതായത് ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ്. ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ളൊരു പ്ലെയറാണ്. ഈ സീസണിൽ ഒരു അസിസ്റ്റ് നൽകി കഴിഞ്ഞു. അത് ആ മേറയെ പോലെ അത്രയ്ക്കൊരു, അതായത് ഒരു കോമ്പിനേഷൻ വർക്കിന് പറ്റിയ പ്ലെയേഴ്സുകൾ അരിയത്തില്ല എന്നുള്ളതാണ്. ഒരുപാട് ഡ്രിബിൾ ചെയ്യുന്ന, ഒരുപാട് ചാൻസസ് കൊടുക്കുന്ന, ഒരുപാട് സ്പ്ലിറ്റിംഗ് പാസസ് കൊടുത്തിരിക്കുന്നു, പക്ഷേ ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടു മാജി തലാണ്. ഇവിടെ കോച്ചിന് നോക്കാം, അവസാനം ഈ 5 മത്സരങ്ങളാണ് നമ്മൾ പഞ്ചാബ് എഫ് സി കളിച്ചത്. അതിൽ 3 ഗോൾ മാത്രമാണ് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അവിടെയാണ് ഒരുപാട് 10 ഗോളുകൾ ഓൾറെഡി കൺസീഡ് ചെയ്ത ടീമായി മാറിയിരിക്കുകയാണ്. ഈ സീസണിൽ ഡബിൾ ഡിജിറ്റ് ഗോളുകൾ ഫസ്റ്റ് കൺസീഡ് ചെയ്യേണ്ടി വന്നത് പഞ്ചാബ് എഫ് സിക്കാണ്. അതെ, കാരണം ഇപ്പം 3 ഗോളുകളെ ഇവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞൊരു മത്സരം വരെ അവർ 4 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കഴിഞ്ഞ മത്സരത്തിലാണ് ആ ഒരു 5 ഗോളുകൾ സ്കോർ ചെയ്യേണ്ട, അതായത് കൺസീഡ് ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് പോയത്. ഏതായാലും അവരുടെ ഈ ഒരു ഡിഫൻസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ആയിരുന്നു ചാറ്റ്സിയാസ് എന്നുള്ള ഒരു താരം. എന്നാൽ കഴിഞ്ഞൊരു മത്സരത്തിൽ ആ പറഞ്ഞ മെൽറോയ് അസീസി എന്ന സുപ്രധാന താരത്തിന് പരിക്കേറ്റു. പകരം സുരേഷ് മിത്ത എന്ന താരമാണ് കോച്ച് ഒരു ഇതിലേക്ക് എത്തുന്നത്. ഏതായാലും ഇപ്പോൾ മറ്റ് താരങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നിഖിൽ പ്രഭു ആണ് അത്. ഇന്ന് ഈ സീസണിൽ മികച്ചൊരു ഫോം നിലനിർത്തുന്ന ഒരു പ്ലെയറാണ് പഞ്ചാബ് എഫ് സിയുടേത്. അത് അവിടെ ഡിമിത്രിയോസ് കാണാം, നല്ലൊരു ഡിഫൻഡറാണ്. പക്ഷേ ഗോൾ കൺസീഡ് ചെയ്യുന്നതിലാണ് കുറച്ച് അധികം നോക്കുന്നത്. അവരുടെ സ്ട്രൈക്കിങ്ങിലേക്ക് നോക്കുകയാണ്, ക്രിയേറ്റിവിറ്റി വളരെ കുറവാണ്. ഗോൾ സ്കോറിങ് ചാൻസസ് വളരെ റയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കുറവ് ഗോൾ ചാൻസസ് കണ്ടിട്ടുള്ളത് നമ്മൾ പഞ്ചാബ് എഫ് സിയുടെ ഭാഗത്തു നിന്നാണ്. അതെ, ഇപ്പം ഡിഫൻസീവ് കണക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ 10 ഗോളുകളാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. ഒറ്റ ക്ലീൻ ഷീറ്റ് മാത്രമേ അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കുക, അതുപോലെ തന്നെ അറ്റാക്കിങ്ങിൽ നമ്പേഴ്സ് വരുത്തുക, എങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു 3 പോയിന്റ് ISL ആദ്യ പോയിന്റ് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ISL കഴിഞ്ഞ വർഷത്തെ ലീഗ് വിന്നേഴ്സിനോടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ 2 പോയിന്റ് ഉണ്ട്. 2 സമനിലയായിരുന്നു. നോർത്ത് ഈസ്റ്റിനെതിരെ ജംഷഡ്പൂരിനും എതിരെയാണ് 2 പോയിന്റ് നേടാൻ സാധിച്ചിട്ടുള്ളൂ. അത് ഹോം മാച്ചുകളിലാണ് പോയിന്റുകൾ നേടിയത്. എവേ മാച്ചുകളിൽ ഇത് എല്ലാ മത്സരവും തോറ്റ ടീമാണ് പഞ്ചാബ് എഫ് സി. ഇവിടെയാണ് അതുപോലെ നമുക്ക് കാണാം ലാസ്റ്റ് മത്സരം ചെന്നൈയിൻ എഫ് സിക്കെതിരെ. ഇവിടെയായിരുന്നു മെൽറോയുടെ റെഡ് കാർഡ്. അതായത് വളരെ ഹാർഷ് ടാക്കിളിനെയാണ് ശ്രമിച്ചത് ഫറൂഖ് ചൗധരിയെ. പക്ഷെ അതിന് ഡയറക്റ്റ് റെഡ് കാർഡ് കാണുന്നു മെൽറോയ്. മെൽറോയ് അസീസി ആ ഒരു ഇൻസിഡൻറ്റ് വളരെ ഒരു ഹാർഷായിട്ടുള്ള ഒരു ടാക്കിൾ ചെന്നൈയിൻ എഫ് സിക്കെതിരെ. ഈ ഒരു മത്സരം തന്നെ ഒരു തിരിഞ്ഞു വീണ ഒരു ഇൻസിഡൻറ്റ് തന്നെയായിരുന്നു മെൽറോയ് അസീസിയുടെ ആ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ ബാക്കിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന ഒരു താരം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു താരത്തിന് ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ സാധിക്കുന്നില്ല. ചാറ്റ്സിയാസ് എന്ന ഈ ഒരു ഗ്രീക്ക് താരത്തിനോടൊപ്പം മികച്ച ഒരു കോമ്പിനേഷൻ മെൽറോയ് അസീസി എന്ന ഒരു ഇന്ത്യൻ യുവതാരത്തിന് നടത്താൻ സാധിച്ചു. ആ ഒരു മികവ് ഇപ്പം ഇത്തവണ ഏതായാലും സുരേഷ് മീത്ത എന്ന താരമാണ് ഒരു 11ലേക്ക് എത്തുന്നത്. ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ വർക്കൗട്ട് ആകുന്നു, ഒരു ക്ലീൻ ഷീറ്റ് അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുമോ, എവയിൽ ആദ്യ പോയിന്റ് സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അതായത് എവേ മാച്ചിൽ ഇതുവരെ നമ്മൾ പറഞ്ഞു ജയിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു 3 മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. അതന്നെ ഇവിടെ സുരേഷ് മിത്തായ് ആണിന്ന് മെൽറോയ്ക്ക് പകരം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാം. അതെ, ഏതായാലും നമുക്ക് കാണാം താരങ്ങൾ ഇപ്പം യുവാൻ മേറ ഇതുപോലെയുള്ള താരങ്ങൾക്കൊക്കെ കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇപ്പം ലൂക്ക മാച്ചിനും ഇതുപോലെ സ്കോറിങ്ങിലേക്കൊക്കെ എത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും വീക്ക് 6 റിസൾട്ടുകൾ ഒഡീഷ എഫ് സി ബംഗളൂരു എഫ് സിക്കെതിരെ 3-2, അതും ഒരു തിരിച്ചുവരവിലൂടെയാണ് ഒരു വിജയം സ്വന്തമാക്കുന്നത്. മോഹൻ ബഗാൻ അത് ജംഷഡ്പൂർ മത്സരം 2-3 എന്ന സ്കോറിൽ മോഹൻ ബഗാൻ വിജയിച്ചു. അതും ഒരു ത്രില്ലിംഗ് മാച്ച് തന്നെയായിരുന്നു. മുംബൈ സിറ്റി എഫ് സി പഞ്ചാബ് മത്സരമാണ് ഇന്ന് നടക്കുന്നത്. നാളെ മാച്ച് വീക്ക് 6 അവസാന മത്സരം ഒഡീഷ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരമാണ്. ക്ഷമിക്കണം, ഇനി മാച്ച് വീക്കിൽ 6 ഇനിയും മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ അടക്കം മത്സരങ്ങൾ
ഏതായാലും ഇനി നമുക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന ജംഷഡ്പൂരും മോഹൻ ബഗാനും തമ്മിൽ നടന്ന ഒരു മത്സരമാണ്. ഇതാണ് ആ ഒരു ഇൻസിഡൻറ്റ്. സനാൻ, മുഹമ്മദ് സനാൻ്റെ ഒരു ഗോൾ കീപ്പർ അഡ്വാൻസ് ചെയ്ത് വന്ന ഒരു സിറ്റുവേഷനാണ് സനാൻ അത് ഉപയോഗപ്പെടുത്തിയെന്നുള്ളതാണ്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരു ക്ലിയറൻസ് കറക്റ്റ് ആയിരുന്നില്ല സുഭാഷിഷ് ബോസിൻ്റെ, അതവിടെ ഗോളാക്കി മാറ്റാൻ സാധിച്ചു. വീണ്ടും അതിനുശേഷം ഒരു ഈക്വലൈസിങ് ഗോൾ വരുന്നത് സഹലിൻ്റെ ഒരു ത്രൂ പാസ്, അത് മൻമീറിൽ നിന്നും ഈസി ആയിട്ട് അർമാണ്ടോ സാദിഖു ഈസി ടച്ചിലൂടെ ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും ഒരു ഇൻ്റർസെപ്ഷൻ നടത്തുന്നു. ഇവിടെയാണ് ലിസ്റ്റൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു സോളോ എഫേർട്ട് തന്നെയാണ്. 2-3 തവണ അതായത് ട്രൈ ചെയ്യുന്നതിന് ശേഷം ഒരു പവർഫുൾ ഷോട്ട്, അത് ഗോൾ കീപ്പർക്ക് ഒരു ചാൻസും ഇല്ല. 2 പ്ലെയേഴ്സ് ബ്ലോക്ക് ആയിരിക്കുന്നു, ആ വിഷൻ ഫുള്ളായിട്ട് ബ്ലോക്കായി. അതിനുശേഷം ഇവിടെയായിരുന്നു ഒരു റെഡ് കാർഡ് കണ്ട് TP രഹനേഷ് പുറത്തു പോകുന്നു. അത് ഓൾറെഡി അത് ഗോളായിരുന്നു. അതിന് മുമ്പ് തന്നെ റെഫറി അവിടെ വിസിൽ ചെയ്യുന്നു. അതിനെ റെഡ് കാർഡ് കണ്ട് രഹനേഷ് പുറത്തു പോകുന്നു. സഹലിൻ്റെ ഒരു നല്ലൊരു റണ്ണ് തന്നെയാണ് ഗോളിൽ, അതായത് ഒരു ഫ്രീ കിക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അതെ, ആ ഒരു റെഡ് കാർഡ് ഇൻസിഡൻറ്റിന് ശേഷം മത്സരത്തിൽ ഗോളുകൾ സംഭവിച്ചു. ഒരുപക്ഷെ ജംഷഡ്പൂർ നന്നായി തന്നെ പെർഫോം ചെയ്തൊരു മത്സരമാണ്, 10 പേരായി ചുരുങ്ങിയിട്ട് കൂടി. എങ്കിലും ആ ഒരു 3 പോയിന്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചില്ല. ഇതാണ് മോഹൻ ബഗാൻ്റെ മറ്റൊരു ഗോൾ കിയാൻ നസീരി എന്ന താരം സ്കോർ ചെയ്തത്. ദെൻ ജംഷഡ്പൂർ FC സ്കോർ ചെയ്തു മറ്റൊരു ഇൻസിഡൻറ്റിലൂടെ. വലിയൊരു പെനാൽറ്റിയാണ് അവിടെ നേടിയെടുത്തത്. അവിടെ ഹെക്ടർ യൂത്സെയാണ് അവിടെ ഫൗൾ ചെയ്യുന്നത്. അതിനൊരു പെനാൽറ്റി കിട്ടുന്ന പെനാൽറ്റി അമ്പരി എടുക്കുന്നത് വളരെ ഈസി ആയിട്ട് ഗോൾ കീപ്പർ റോങ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തി ജംഷഡ്പൂർ FC. അത് ഈ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നോക്കിയാലും എല്ലാ മത്സരങ്ങളും കഴിഞ്ഞ 4 മത്സരങ്ങളിലും റെഡ് കാർഡ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മത്സരത്തിൽ അങ്ങനെ ഒരു റെഡ് കാർഡ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് കളിയിനനുസരിച്ചായിരിക്കും റെഡ് കാർഡ് എന്നുള്ളത് ഹബീബ്. എന്തായാലും ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്നുള്ളത്. പക്ഷേ ചില സിറ്റുവേഷനുകൾ അവിടെ ഫൗൾ കമ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള റെഡ് കാർഡുകൾ കാണേണ്ടി വരുന്നത്. അതെ, മുംബൈ സിറ്റി FCയും പഞ്ചാബ് FCയും ആ ഒരു റെഡ് കാർഡ് സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞൊരു മത്സരത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഫാന്റസി ലീഡർ സയക് ചക്രവർത്തി പേരെന്ന് വായിച്ചു മെയിൻ സായഹൂൻ, അതാണ് ജയുണ്ട്. അതുപോലെ സന്ദേശ് പ്രീതം ഫോൾ, അത് ക്രിവലാറോ ലൂണ റോഡ്രിഗസ് ആൻഡ് ഷീൽഡ്സ് നോൾസ് ആൻഡ് പെരഡൈസ്. ഇന്ന് സ്ട്രൈക്കേഴ്സാണ് 3 പേരും ഫോറിനേഴ്സ്. അന്ന് നമ്മൾ കണ്ടത് 3 പേരും മിഡ്ഫീൽഡിൽ ഫോറിനേഴ്സ് ആയിരുന്നു. ഇവിടെ നമുക്ക് കാണാം സന്ദേശ് സിംഗിനുണ്ട്, പ്രീതമുണ്ടെന്ന്. ബാക്ക് ലൈനിൽ ഒരു ഫൗള് മാത്രമാണ് ഒരു ഫോറിനുള്ളൂ. TP രഹനേഷാണ് ഗോൾ കീപ്പർ. എന്തായാലും നല്ലൊരു ടീം തന്നെയാണ്. സായഹൂൻ 260 പോയിന്റാണോ നേടിയത്. അതെ, TP രഹനേഷും ആ ഒരു ഇതിലുണ്ട്. അദ്ദേഹത്തിന് -1, അതായത് റെഡ് കാർഡ് ഇൻസിഡൻറ്റ്. അദ്ദേഹം കഴിഞ്ഞൊരു മത്സരത്തിൽ റെഡ് കാർഡ് സ്വന്തമാക്കിയിട്ടുള്ളൊരു താരമായിരുന്നു. ഇതാണ് മെയിൻ സയാഖൂൻ. 260 പോയിന്റുകൾ ISL ഫാന്റസിയിൽ നേടിയിട്ടുള്ള ഒരു 11 എന്ന് പറയുന്നത്. അത് ഇന്ത്യ ലീഡർ സായക് ചക്രവർത്തിയാണ് അതിൻ്റെ മെയിൻ ആള്. സായക് ചക്രവർത്തിയാണ് ISL ഫാന്റസി ഈ ഒരു വീക്ക് കണ്ടത്. ഏതായാലും തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മുംബൈ സിറ്റി FC പഞ്ചാബ് മത്സരത്തിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മുംബൈ സിറ്റി FCയുടെ ആ ഒരു വിന്നിങ് അല്ലെങ്കിൽ ആ ഒരു ആദ്യ തോൽവി അവർ നേടുമോ, അതുപോലെ പഞ്ചാബ് FC അവർ ആദ്യ വിജയം സ്വന്തമാക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ നോക്കേണ്ടത് ഹോം മാച്ചാണ് മുംബൈ സിറ്റി FCയുടെ. എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരു വിജയം പഞ്ചാബ് FC കിട്ടുമോ എന്നുള്ളത്. ഏതായാലും നമുക്ക് എവിടെ നിങ്ങൾക്ക് ഈ ഒരു മത്സരങ്ങൾ കാണാം എന്നുള്ളതാണ്. ഏതായാലും മലയാളം കമൻട്രിയോടെ നിങ്ങൾക്ക് സൂര്യ മൂവീസിലും അതുപോലെ ജിയോ സിനിമയിലും കാണാം. അതുപോലെ സ്പോർട്സ് 18-ൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമൻട്രിയുടെയൊക്കെ മത്സരങ്ങൾ വീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഏതായാലും അത്യന്തം ആവേശം നിറഞ്ഞിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതുവരെ ലെറ്റ്സ് ഫുട്ബോളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ശബ്ദങ്ങൾ ഞാൻ ഹബീബ് അഷ്റഫ്, എന്നോടൊപ്പം ജോപോൾ അഞ്ചേരി, ആൻഡ് നിങ്ങൾ ഷോയുടെ പേര് മറക്കണ്ട, ലെറ്റ്സ് ഫുട്ബോൾ.